ഹജ്ജിന്റെ മർമ്മപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ശേഷം ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോയി. മുസ്ദലിഫയിൽ ഇന്ന് രാത്രി തങ്ങിയ ശേഷം പിശാചിന്റെ പ്രതീകങ്ങൾക്കു നേരെ എറിയുവാനുള്ള കല്ലുകളുമായി ഹാജിമാർ മിനായിലെത്തി 4 മുതൽ ജംറയിൽ കല്ലേറ് കർമ്മം നടത്തും. ദൈവകൽപ്പനയനുസരിച്ച് ജീവിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇന്ന് നമിറ പള്ളിയിൽ അറഫ സംഗമത്തോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണത്തിൽ ഇമാം ആഹ്വാനം ചെയ്തത്. ഈ ലോകത്ത് നന്മയും വിജയവും കൈവരിക്കുന്നതിന് സർവശക്തനായ ദൈവത്തെ ഭയപ്പെടണമെന്ന് തീർത്ഥാടകരോടും ലോക ജനതയോടുമായി മക്ക ഇമാം തന്റെ അറഫ പ്രഭാഷണത്തിൽ പറഞ്ഞു. മക്കയിലെ വിശുദ്ധ ഹറം പള്ളി ഇമാമും പ്രഭാഷകനുമായ ഷെയ്ഖ് ഡോക്ടർ മഹർ അൽ മുയ്ക്കിലിയാണ് ഈ വർഷം അറഫ പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകിയത്. ഹജ്ജ് ഒരു പുണ്യകർമ്മമാണ്, രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കുള്ള സ്ഥലമല്ലെന്നും ഇമാം ഉണർത്തി. ഇന്ന് ഉച്ചയോടെ നടന്ന അറഫ സംഗമത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു. ഹജ്ജിന്റെ പ്രഥമ ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥനകളുമായി കഴിച്ചുകൂട്ടിയ ശേഷം സൂര്യാസ്തമയത്തോടെയാണ് ഹാജിമാർ മുസ്ദലിഫയിലേക്ക് നീങ്ങിയത്. ഇന്ന് രാത്രി മുസ്ദലിഫയിൽ കഴിയുന്ന ഹാജിമാർ ഇവിടെ നിന്നും ശേഖരിക്കുന്ന ചെറുകല്ലുകളുമായി നാളെ മിനായിലെത്തി ഹജ്ജിന്റെ ഭാഗമായ കല്ലേറ് കർമ്മം നടത്തും. കല്ലേറ് കർമ്മത്തിന്റെ ആദ്യ ദിനം നാളെ ഏറ്റവും വലിയ പിശാചിന്റെ പ്രതീകമായ ജംറത്തുൽ അക്ബയിൽ 7 കല്ലുകൾ എറിയും. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, മക്ക.